ഇതാണ് നമ്മൾ നിൽക്കുന്ന ഒരു പ്ലേസ് കേട്ടോ. അതായത് നമ്മളെ ബെഡ് സ്പേസ് ഇവിടെയാണ് വരുന്നത്. 77 ആണ് റൂം നമ്പർ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ കുക്ക് ചെയ്യുന്നുണ്ട്, നോക്ക് മനു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കിച്ചണിൻ്റെ ഒരു ഏരിയ, കിച്ചണല്ല പക്ഷെ എന്നാലും കിച്ചണായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഏരിയ. ചൂരക്കറിയൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. മനുവിൻ്റെ ചൂരക്കറിയാണ് സ്പെഷ്യലായിട്ട്, മീൻകറി. മനുവിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ പറയും, എവിടെ വർക്ക് ചെയ്യണമെന്നൊക്കെ പറ. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ആസ്റ്റർ ഹോസ്പിറ്റൽ കിസീസിൽ വർക്ക് ചെയ്യാണ്. ആസ്റ്ററിൽ പട്ടിപ്പണിയും പിച്ച കാശും അത് മറ്റേ പറയാൻ പറ്റില്ല. അത്യാവശ്യം സാലറി ഉണ്ട്, വേറെ കാര്യം. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു 3 ദിവസം ജോബ്. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആളെ കറി ഇനിയിപ്പോൾ കുക്ക് ചെയ്തിട്ട് വേണം ആൾക്ക് ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. 3 ദിവസമായിട്ട് ആൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് മീൻകുട്ടന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഏരിയ വരുന്നത്. ഫസ്റ്റ് കണ്ടോ, അങ്ങനെയാണ് ഒരു ഏരിയ വരുന്നത്. കണ്ടോ, ഇല്ല അത് ലൈറ്റ് ഇല്ല, അപ്പോൾ എന്തോ ഇപ്പോൾ കാണാനില്ല. അതിലൊരു മീൻ നല്ല മരിച്ചു. പ്രവാസ ജീവിതം ഇങ്ങനെയാണ്. അതെ, തുടക്കം. അതെ, പ്രത്യേകിച്ച് എന്നെ പോലെ വരുന്ന വിസിറ്റേഴ്സും അല്ലേ മനോ. ഇനി നമുക്ക് വാഷ്റൂം ഇവിടെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് വാഷ്റൂം വരുന്നത്. സുന്ദരിയായ ഞാൻ കണ്ട, സുന്ദരിയായ എന്നെ. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ വാഷ്റൂം ഒക്കെ ഇങ്ങനെ ആണ് വരുന്നത്. ഞങ്ങൾ റൂമിൽ ഇപ്പോൾ 6 പേരാണ് ഉള്ളത്. വെള്ളം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പിടിച്ച് വയ്ക്കാറുണ്ട്. കാരണം ഭയങ്കര ചൂടുള്ള വെള്ളമാണ് വരിക. കാരണം ദുബായിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഒരു 50 ഡിഗ്രി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചൂടൊക്കെ. ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ചൂടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലോട്ട് പോകാം. ബെഡ്റൂമല്ല, ബെഡ് സ്പേസ്. കണ്ട, ഇങ്ങനെയാണ് ഒരു എൻ്റയർ ലുക്ക് വരുന്നത്. നിങ്ങൾ അധികം എക്സ്പെക്റ്റ് ചെയ്യരുത്, കാരണം ഇതാണ് പ്രവാസി ജീവിതം. ഇവിടെ മുകളിൽ ശരിക്കും ഇത് എൻ്റെ ബെഡായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര ഹൈറ്റുള്ള കാരണം ഇതിൻ്റെ മേലെ കൊത്തിപ്പിടിച്ച് കയറാൻ, അതെ, എനിക്ക് ഇത് കൂടെ കൊത്തിപ്പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടായ കാരണം മനു ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് കേട്ടോ. അടിയിൽ വേറൊരു ചേച്ചിൻ്റെ ആൾ പാർട്ട് ടൈമാണ് ചെയ്യുന്നത്. ഈ ഒരു ബെഡിൽ ടീച്ചറാണ്, മുകളിലത്തെ ബെഡിൽ ആരുമില്ല കേട്ടോ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡൈനിങ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഇതാണ് എൻ്റെ ഷെൽഫ് കേട്ടോ. എനിക്ക് ചെറിയൊരു ഷെൽഫാണ് വരുന്നത്. ഇങ്ങനെയാണുള്ളത് എൻ്റെ ഷെൽഫ്. പിന്നെ താഴെയും ഉണ്ട് ഇങ്ങനത്തെ ഒരു ഷെൽഫ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ, അതായത് മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചെറിയൊരു എന്താ പറയുക, കബോർഡേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു മിററുണ്ട്. വലിയൊരു ക്ലാരിറ്റി ഇല്ല കേട്ടോ ഈ മിററിന്. നമ്മൾ നല്ല മിസ് ചെയ്യും. ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല മോളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണം. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ 6 പേരുടെ സാധനങ്ങളും ഈ ഫ്രിഡ്ജിലുണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ട് നെയിൽ പോളിഷൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചൂടുകൊണ്ടായിരിക്കാം മേ ബി. ഇങ്ങനെ കണ്ടോ, അങ്ങനെയാണ് ഫ്രിഡ്ജ്. ഇവർ ഒരു എന്താ പറയുക, ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ ചൂടാക്കിയിട്ടാണ് കഴിക്കാറ്. എല്ലാ കറികളും ഒക്കെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് കഴിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ ഡെയിലി കുക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതിൽ പിന്നെ ഫ്രീസറിൽ ചിക്കനും മീനും അങ്ങനെയൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ജീവിതം ഗൈസ്. എൻ്റെ ബെഡാണിത്. ഇതെൻ്റെ സ്പീക്കർ ഞാൻ ചാർജിന് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇവിടെ റൂമിൽ ആരുമില്ലാത്ത കാരണം കുറച്ച് ആഘോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത് ഞാനിവിടെ അന്ന് വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ വേണം. നല്ല ഭംഗിയില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഒരു സെറ്റപ്പാണ്. ഞാൻ അതിനെ പൂക്കി എന്നാണ് വിളിക്കുക കേട്ടോ. പിന്നെ നാട്ടിലിത് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളൊരു ഓർമ്മ ഉണ്ടാവും. എൻ്റെ എല്ലാ റെഫറൻസും എൻ്റെ അഫോർമേഷൻസും ഒക്കെ ചെയ്യുന്ന ഒരു ഡയറിയാണ്. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാങ്കറ്റും ഇതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബെഡ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. പിന്നെ അപ്പറിലൊരു ചേച്ചി ഉണ്ട് കേട്ടോ. ഈ ഒരു ബെഡ് സ്പേസിൽ വേറെ ചേച്ചിൻ്റെ താഴെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണ ആൾ. പിന്നെ ഇത് മനുവിൻ്റെ കബോർഡാണത്. ഈ ഒരു കബോർഡ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ ഒരു കബോർഡ് മനുവിൻ്റെ ആണ്. അത് മുകളിലെ ചേച്ചിയുടെയാണ്. ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട്. മുകളിൽ വേറെ ആരും ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൂം. കണ്ടോ, ഇത്രയാണ് നമ്മുടെ റൂം വരുന്നത്. പിന്നെ എ സിയും ഓണാക്കും, ഫാനും ഓണാക്കും, കാരണം അത്രയും ചൂടാണ്. ഇതിൽ തന്നെ നമുക്കിവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മൾ തോരയിടുന്ന ഒരു സ്ഥലമാണിത്. ഇത്ര സ്ഥലമേ ഉള്ളൂ. ഈ 6 പേർക്കും കൂടിയിട്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ തോരയിടുന്നത്. അപ്പോൾ എന്താ പറയുക, ഓരോ ദിവസം ഓരോ ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വന്നിട്ട് പിന്നെ വലിയതായിട്ട് വാഷ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ. ഇപ്പോൾ ഡെയിലി വെയർ ചെയ്യുന്നത് മാത്രമേ ഇടാറുള്ളൂ. കണ്ടോ, അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഞങ്ങളുടെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒരു പ്രവാസി ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല, എല്ലാവരും നേരത്തെ പോയി. ഇനിയിപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെയൊക്കെ ഒരു ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇന്നാണ് അപ്പോൾ എന്താ പറയുക വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഗൈസ് ഞാൻ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ദുബായ് ലൈഫ് ഇഷ്ടമായി. ഇനി ജോലിയൊക്കെ കിട്ടി സെറ്റായി കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഇതാണ് ഗൈസ് പ്രവാസി ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വിസിറ്റേഴ്സിനാണെങ്കിലും ജോബുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതൊക്കെ പോലെ തന്നെയാണ് ഉള്ളത്. അധികം എക്സ്പെക്റ്റേഷനും കാര്യങ്ങളായിട്ടൊന്നും വരണ്ട. അല്ല മനോ, ഓവർ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളായിട്ടൊന്നും ആരും വരണ്ട. ഞാൻ പിന്നെ പറയുമ്പോൾ നാട്ടിൽ എന്താ പറയുക, പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലായിരുന്നു, വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റലായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ നിന്നിരുന്നു. പഠിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നിരുന്നത് ഹോസ്റ്റലിലാണ്. അതുകൊണ്ടാണ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഭയങ്കര കരച്ചിലാവും, നാട്ടിലോട്ട് വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറയുന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സോ വന്നിട്ടില്ല. ഈ 4 ദിവസത്തിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് വേഗം ജോലിയൊക്കെ ശരിയാവണം എന്നുള്ളൊരു മൈൻഡാണ് ഉള്ളത് ഇപ്പോൾ. പിന്നെ ദിവസം ഇങ്ങനെ കഴിയും തോറും, ഓരോ ദിവസവും ഇങ്ങനെ മാറും തോറും ടെൻഷൻ ആവുന്നുണ്ട്. വന്നിട്ട് 4 ദിവസമായിട്ടുള്ളെങ്കിലും എനിക്കൊക്കെ വേഗം സെറ്റ് ആവണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ CV ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. പിന്നെ ഓൺലൈൻ നോക്കുന്നുണ്ട്, കുറേ ആപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജോബിന് അപ്ലൈ ചെയ്യണതും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ നിൽക്കുന്നൊരു സ്ഥലം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ കാണിച്ചെന്നില്ലേ, നല്ല എൻ്റെ ടോക്കി വീട്ടിലുള്ള പോലെ തന്നെ ഞാൻ ഇവിടെ ഒരെണ്ണത്തിന് വാങ്ങിയതാണ്. അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടെഡിക്ക് പകരമാണ് ഞാൻ അതിനെ വാങ്ങിയത്. ഇത് എനിക്ക് ആൻറ്റി ഇവിടെ വന്ന അപ്പം തന്നെ വാങ്ങി തന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രി ഇവരെല്ലാവരും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 11 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. ഇവിടുത്തെ 11 മണിയാകുമ്പോൾ പിന്നെ വന്ന പാടെ എല്ലാവരും വീട്ടിലോട്ട് വിളിക്കും, സംസാരിക്കും. അങ്ങനെയാണ്. പിന്നെ കാലത്ത് നേരത്തെ നീക്കും, 7 മണിക്കാകുമ്പോൾ നീക്കും. പിന്നെ ഓരോ ആൾക്കാരും പല പല ഷിഫ്റ്റാണ്. അപ്പോൾ മനുവിന് നൈറ്റാണ് 3 ദിവസം. ടീച്ചർ കാലത്ത് പോവും. പിന്നെ വേറൊരു ചേച്ചീൻ്റെ ആൾ കുറച്ച് നേരത്തെ പോവും. പിന്നെ ഈ ബെഡിൽ കിടക്കുന്ന ചേച്ചി ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആകുമ്പോഴാണ് പോവുക. അങ്ങനെയൊക്കെ. അപ്പോൾ നീക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മളൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക മാക്സിമം. കാരണം നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആരും ദുബായിലോട്ട് വരരുത്, അത്രയേ ഉള്ളൂ. ആരെയും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. പ്രത്യേകിച്ച് വിസിറ്റേഴ്സിന് എന്ന് പറയുമ്പോൾ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ കുറേ ഇഷ്യൂസും വരും. ജോബ് അന്വേഷിക്കാനാണെങ്കിലും എനിക്കിവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്താ പറയുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് താഴെ വീണപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് എനിക്ക് എൻ്റെ ഫ്ലാറ്റിലോട്ട് ഇവിടെ റൂമിലോട്ട് വരാൻ, ബെഡ് സ്പേസിലോട്ട് വരാൻ എനിക്ക് വഴി അറിയാതെ അവിടെ നിന്നു ഞാൻ. അങ്ങനെയാണ് ഇവിടെ ഫുള്ള് ഒരേപോലെ എനിക്ക് തോന്നുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണെങ്കിലും ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ നാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഈശ്വരൻ ഞാൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. പക്ഷെ ഞാൻ മെട്രോ കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടായി. ബസ്സിലാണെങ്കിൽ നമ്മൾ കാർഡാണ് യൂസ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പോണ സമയത്ത് വീഡിയോ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബെഡ് സ്പേസ് എന്താണെന്ന് നമ്മളെപ്പോഴും പറയില്ലേ, ബെഡ് സ്പേസിലാണ് നിൽക്കുന്നതെന്ന് പറയില്ലേ. നമ്മുടെ പ്രൈവസി പറയുന്നത് ഈ ഒരു ബെഡിൽ മാത്രമാണ്. വേറെ എവിടെയും നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറക്കെ ചിരിക്കാനോ ഉറക്കെ സംസാരിക്കാനോ പറ്റാത്തൊരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ നന്നായി മാക്സിമം നമ്മൾ എന്താ പറയുക ഒക്കെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാർ മാത്രം വരിക. ഇവിടെ വന്നിട്ട് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിട്ട് നിന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്തടുത്ത വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത സമയത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ വിചാരിച്ച് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.